10 കൊല്ലമായി നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിയിരിക്കുന്നു. 15 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ കള്ളപ്പണം പിടിച്ചുകൊണ്ട് തരുമെന്നാണല്ലോ മോദിയുടെ വാഗ്ദാനം. ആ മോദി എന്താ ചെയ്തത്? ഇന്ത്യ മുഴുവൻ കള്ളപ്പണം കൊണ്ടുവന്ന് ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിലൂടെ എന്തെല്ലാം തട്ടിപ്പുകളാണ് നടത്തിയത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പറഞ്ഞപ്പോൾ ഇന്ത്യ രാജ്യത്തെ BJPയും കോൺഗ്രസും എന്തെല്ലാം തട്ടിപ്പാണ് നടത്തിയത്. BJPയുടെ ഒരു MP തെലങ്കാനയിൽ നിന്നും 45 കോടി രൂപ സുന്നി അണക്കെട്ടിൻ്റെ കരാർ കിട്ടിയപ്പോൾ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന് കൊടുത്തു. ഹിമാചൽ പ്രദേശിൽ നിന്ന് ആ പൈസ കർണാടകത്തിലെ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഉപയോഗിച്ചു. BJPയുടെ പൈസ കോൺഗ്രസിന്. അഴിമതി. ഇതല്ലേ കൂട്ടുകച്ചവടം? ഇനി ബാക്കി ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഇന്നത്തെ ചർച്ച വേണോ? നിങ്ങൾക്ക് എന്ത് മാന്യതയുള്ളത്? ആ നരേന്ദ്രമോദി 414 രൂപ കടന്ന ഗ്യാസ് കുറ്റിയുടെ വില 1200 ആക്കിയോ? നിങ്ങൾ പാചകവാതകത്തിന് ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് അവർക്ക് പാചകവാതകത്തിന് സബ്സിഡി തിരിച്ചു കൊടുത്തോ? മോദി അധികാരത്തിൽ വരുമ്പോൾ 1 ലിറ്റർ പെട്രോളിന് കേന്ദ്ര സർക്കാർ 8 രൂപ 13 പൈസയാണ് അവർ നികുതി ഏർപ്പെടുത്തിയിരുന്നത്. അത് മോദി 33 ആക്കിയില്ലേ? ഇവിടുത്തെ പെട്രോളിയം കമ്പനികളുടെ എത്ര കോടി രൂപയാണ് അവരുടെ ലാഭം? ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടികയിലേക്ക് എത്ര ആളുകൾ പുതിയ ഇന്ത്യക്കാർ വന്നു? അതേസമയം പട്ടിണി സൂചികയിൽ ഇന്ത്യ ഏറ്റവും താഴെയായി 211 സ്ഥാനത്തായി. ഹിന്ദുക്കളാണേ പട്ടിണി സൂചികയിൽ ഇന്ത്യ താഴേക്ക് പോയാൽ ഹിന്ദുക്കളാണ് പട്ടിണിക്കാരാകുന്നത് കൂടുതൽ. അതുകൊണ്ട് മോദിയുടെ ഭരണത്തിൻ്റെ പ്രത്യേകതയൊന്നും പറയേണ്ട കാര്യമില്ല. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ അതിസമ്പന്നന്മാരായി ഇന്ത്യയിലെ അതിസമ്പന്നന്മാർ മാറി എന്ന പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കളെയല്ല കോർപ്പറേറ്റുകളെയും അതിസമ്പന്നന്മാരെയുമാണ് താലൂരിക്കുന്നത്. പാവപ്പെട്ടവൻ്റെ ഗതി എന്താണെന്നുള്ളത് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടാണ്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മോദിയുടെ 10 കൊല്ലമാണോ ചർച്ച ചെയ്യേണ്ടത്, പിണറായി സർക്കാരിൻ്റെ 7.5 കൊല്ലമാണോ ചർച്ച ചെയ്യേണ്ടത്? പിണറായി സർക്കാരിന് ഏത് കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഞങ്ങൾക്ക് മടിയില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരെ? ഞങ്ങൾ ആദ്യം ഒരു 600 വാഗ്ദാനങ്ങൾ പറഞ്ഞു, 580 നടപ്പാക്കി. ഇപ്പോൾ 900 കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇനി 2 കൊല്ലം കൂടെ ഉണ്ട്. 2 കൊല്ലമാകുമ്പോൾ 900 നടപ്പാക്കി കാണിച്ചു തരാം. കാണിച്ചു തരുമ്പോൾ ഞങ്ങളെ വിലയിരുത്തിക്കോ, പറ്റുകയില്ല ഞങ്ങൾ പുറത്താക്കിക്കോ. ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? മോദിയെ പുറത്താക്കണം. മോദിയെ പുറത്താക്കുമ്പോൾ 20 സീറ്റും കേരളത്തിനകത്ത് മോദിക്കെതിരായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങൾ. അങ്ങനെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഇരട്ട എഞ്ചിൻ വേണോ? അതാണ് ചോദ്യം. ഇരട്ട എഞ്ചിൻ ഏതാണ്? ഇരട്ട എഞ്ചിൻ മണിപ്പൂരാണ്. മണിപ്പൂർ ഇരട്ട എഞ്ചിനാണ്. എത്ര സ്ത്രീകളാണ് കൊല്ലപ്പെട്ടത്? എത്രയോ സ്ത്രീകളാണ് നഗ്നരാക്കപ്പെട്ടത്? നാരീശക്തി യോജന എന്താണ് മണിപ്പൂരിലെ അവസ്ഥ? ഇന്നത്തെ മണിപ്പൂരിലെ അവസ്ഥ എന്താണ്? നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ കഴിഞ്ഞു? മോദിയുടെ ശക്തി, എല്ലാവരും മോദിയുടെ പുറകിലാണ് പറയുക. മോദിയുടെ പുറകിൽ ആരുമില്ല. മണിപ്പൂരിൽ മോദി പോയോ? മണിപ്പൂരിൽ മിസോറാമിൽ മോദി പോയോ? ഇന്ത്യ രാജ്യത്ത് മോദി അധികാരത്തിന് വന്ന ശേഷം ഇതേവരെ മോദി പോകാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് മിസോറാമിൽ നടന്നത്. എന്തേ മോദിക്ക് ഭയം? മൂത്രമൊഴിച്ചു. ഇതാ മണിപ്പൂരിലേക്ക് മോദി ഒന്ന് പോകാവൂ? പോയിട്ട് വാ. കേരളത്തിൽ സുരേഷ് ഗോപിയുടെ കല്യാണോ എന്തൊക്കെ പരിപാടിയായിട്ടാണ് നടക്കുന്നത്? മണിപ്പൂരിലേക്കൊന്ന് പോയിട്ട് വാ. മണിപ്പൂർ ഇന്ത്യക്കാരല്ലേ? അപ്പം നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ നെഞ്ചളവൊക്കെ മണിപ്പൂരിന് മുന്നിൽ തീർന്നുപോയി. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് എല്ലാവർക്കും വ്യക്തമായി. ഇനി ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവ് എന്തെല്ലാം പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ. ഒരു വാക്ക് BJPക്കെതിരെ പറഞ്ഞോ കോൺഗ്രസിൻ്റെ നേതാവ്? ബഹുമാനപ്പെട്ട മുരളീധരൻ വിദേശകാര്യ മന്ത്രി അദ്ദേഹം പറഞ്ഞു, കേന്ദ്രം കേരളത്തിന് നെല്ലിൻ്റെ വകയിൽ, അതായത് നെല്ലെടുത്തതിൻ്റെ വകയിൽ 1 രൂപ തരാനില്ല. ഞാൻ ബൈറ്റ് അങ്ങോട്ട് കേൾപ്പിക്കാം. ഇപ്പോൾ എന്താ ഉണ്ടായത്? മിനിഞ്ഞാന്ന് 856 കോടി രൂപ കിട്ടി. അത് എത്ര കൊല്ലത്തെ മുമ്പുള്ള പൈസയാണ്? 6 കൊല്ലം മുമ്പുള്ള പൈസ. 2019 മുതലുള്ള പൈസ 856 കോടി രൂപ ഇന്നലെ കിട്ടി. തീർന്നില്ല. 752 കോടി രൂപ ഇപ്പം തരാനുണ്ട്. എന്നിട്ടും തീർന്നില്ല. ഇക്കൊല്ലം നെല്ലെടുത്ത് കൊടുത്തതിന് 800 കോടി വേറെ തരാനുണ്ട്. സപ്ലൈകോയിൽ സാധനം കുറവാണെന്ന് പറയുമ്പോൾ ഈ സപ്ലൈകോയാണ് ഈ നെല്ലെടുത്ത് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കാശ് മോദി തന്നില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടും കോൺഗ്രസ്സുകാരൻ ഒരാൾ മോദിക്കെതിരെ പറഞ്ഞോ? മലയാളിക്ക് വേണ്ടി പറഞ്ഞോ? കേരളത്തിന് വേണ്ടി പറഞ്ഞോ? കോൺഗ്രസിൻ്റെ 18 MP പോയിട്ട് എന്തെങ്കിലും നമുക്ക് വേണ്ടി സംസാരിച്ചോ? ഞാൻ തെളിയുകയാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറഞ്ഞാൽ സപ്ലൈകോയ്ക്ക് മിനിഞ്ഞാൻ 856 കോടി കൊടുത്തോടുകൂടി കൃത്യമായി ബോധ്യപ്പെട്ടു കേന്ദ്രം കേരളത്തെ കൊള്ളയടിക്കുന്നു, അവർ തരുന്നില്ല. ഇനി ശരിയായൊരു ചോദ്യം ചോദിച്ചു. എന്താണ്? 57,000 കോടി രൂപ നിങ്ങൾ കോടതി കേസ് പറയുന്നുണ്ടോ? ഞങ്ങളുടെ കേസ് എന്താണ്? എങ്ങനെയാണ് 57,000 കോടി രൂപ ഇക്കൊല്ലം കേരളത്തിന് നഷ്ടപ്പെട്ടത്? 57,000 കോടി രൂപയുടെ വരവ് കുറയാൻ കാരണം ധനകാര്യ കമ്മീഷൻ്റെ പരിഗണനാ മാനദണ്ഡങ്ങൾ നമുക്ക് പകുതി തുക വരുമ്പോൾ ഇത്ര കോടി കുറയും, റവന്യൂ കോമി കിട്ടാതെ വരുമ്പോൾ ഇത്ര കോടി കുറയും. അത് കേന്ദ്രം മാനദണ്ഡങ്ങൾ മാറ്റി.
കേന്ദ്ര പദ്ധതികൾക്ക് 75% പണം തന്നിരുന്നത് 60%. അപ്പോൾ കേരളത്തിന് എത്ര കോടി രൂപ പുതിയതായി നഷ്ടം വന്നു? ഈ കണക്കെല്ലാം കൂടെ വെച്ചിട്ട് ഈ കേരളത്തിന് കടമെടുക്കാനുള്ള റൈറ്റ്, ആ റൈറ്റ് വെട്ടിക്കളഞ്ഞപ്പോൾ 57,000 കോടി. നമുക്ക് 42,000 കോടി കടമെടുക്കാൻ റൈറ്റ് ഉണ്ട്. നിങ്ങളത് 17,000 കോടിയെ സംഭവിച്ചുള്ളൂ. ഞങ്ങൾ യുദ്ധം ചെയ്തപ്പോഴാണ് കുറേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ബാക്കിയോട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണ്? കേരളം മാത്രമേ കടമെടുക്കുന്നുള്ളൂ. ഇന്നത്തെ മാതൃഭൂമിയിലെ വാർത്ത എന്താണ്? ഇന്നത്തെ മാതൃഭൂമിയിലെ വാർത്ത മാധു ഞാൻ പറയാം. 14,15,000 കോടി രൂപയാണ് അടുത്ത കൊല്ലം കേന്ദ്രത്തിൻ്റെ കടമെടുപ്പ്. കഴിഞ്ഞ കൊല്ലം കേന്ദ്ര കടമെടുത്ത എത്രയെന്നറിയാമോ? 17 ലക്ഷം കോടി രൂപ. അതിൻ്റെ മുന്നത്തെ കൊല്ലം കേന്ദ്രത്തിൻ്റെ കടം എത്രയാണെന്നറിയോ? 18 ലക്ഷം കോടി രൂപ. ഒരു മാസം 1.5 ലക്ഷം കോടി രൂപയാണ് കേന്ദ്രം കടമെടുത്തത്. കേരളത്തിന് ആകെ ഒരു കൊല്ലം കടമെടുക്കാവുന്ന 42,000 കോടിയാണ് ഇപ്പം. ഇത് മുമ്പുള്ള കൊല്ലങ്ങളെന്ന് കുറഞ്ഞത് 35,000 കോടി, 33,000 കോടി, 30,000 കോടി, അങ്ങനെയുള്ളൂ. കേരളം വികസിക്കുന്നതനുസരിച്ച് GDP-യുടെ 3.5% കടമെടുക്കാം. ഇതാണ് നിയമം. കേരളം പുതുതായിട്ട്